ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ലിപ്സ്റ്റിക് റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണല്ലോ മാൾസിൻ്റെ കുപ്സൂരത്ത് കുച്ചിപ്പിടി എന്ന് പറയുന്ന ഷെയ്ഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതേപോലെ ഒരു ബബിൾ റാപ്പിൻ്റെ കവറിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. അത്യാവശ്യം നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിന്. പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കാരണം ഇതിന്റെ മേലെ ഇങ്ങനെ ഒരു പിക്ചർ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏതാ ഷെയ്ഡ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കൂടെ നോക്കാം കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഉണ്ടാവും, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അതേപോലെ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റണത് പോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇതേപോലെ ഒരു കവറിങ് കൂടി വരുന്നുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഒരു കളർ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കയ്യിൽ സ്വാച്ച് ചെയ്യുമ്പോൾ ഇതൊരു ഓറഞ്ചിഷ് ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ്പിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ക്രീമി മാറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിത് പേഴ്സണലി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് അധികം ചേരാത്ത പോലെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നണമെന്ന് ഒന്ന് പറയണേ. എൻ്റെ സ്കിന്നിനേക്കാളും ഒന്നുകൂടി ഡീപ്പായിട്ടുള്ള സ്കിന്നാണെങ്കിൽ എന്തായാലും ഇത് വാഷ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ഷെയ്ഡാണ്. ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു ന്യൂഡ് കളറായിരിക്കും. ഒരു ഡസ്കി ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിൽ ഇതേ റേഞ്ചിൽ തന്നെ വേറൊരു ലിപ്സ്റ്റിക് ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു ന്യൂഡ് ബ്രൗൺ ആയിട്ട് എന്തായാലും വർക്ക് ചെയ്യും. എനിക്ക് ഇട്ട് നോക്കിയിട്ട് പേഴ്സണലി ഈ ഒരു ഷെയ്ഡിനേക്കാളും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോയെന്ന് ഒന്ന് നോക്കാം കേട്ടോ. ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല കേട്ടോ. ഇത് ഇട്ടിട്ട് ഒരു 2 hours ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഓയിലി ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് സ്മജ് പ്രൂഫ് ആണോ ട്രാൻസ്ഫർ പ്രൂഫ് ആണോ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സ്മജ് പ്രൂഫും അല്ല ട്രാൻസ്ഫർ പ്രൂഫും അല്ല. പിന്നെ ഒരു കാര്യം ഉള്ളത്, പെട്ടെന്ന് റീഅപ്ലൈ ചെയ്യാൻ പറ്റണ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്കത് ചേർന്നില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കത് ആ ലിപ്സ്റ്റിക്ക് അങ്ങനെ കളയാനും തോന്നണില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇട്ട് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാനൊരു ബ്രൗൺ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് എൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡാക്കിയിട്ട് മാറ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലൊരു ബ്രൗൺ കളർ ലിപ് ലൈനർ ഉള്ളത് എപ്പോഴും നമ്മുടെ കയ്യിൽ നല്ലതാണ് കേട്ടോ. നമുക്കിപ്പോൾ എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡ്സൊന്നും ചേരണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ചേരാത്ത ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് നമുക്ക് ചേരണ ഷെയ്ഡാക്കി മാറ്റാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഡസ്കി ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും വർക്കാവും. ഇത്രയേ ഉള്ളൂ. ബൈ.